മായ ആലുവയിലെ ഒരു നിർധന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഗ്രാമീണ നന്മയുള്ള പെൺകുട്ടി. പഠനത്തിൽ വളരെ പിന്നോക്കമായിരുന്നെങ്കിലും കലാകായിക രംഗത്തെ മികവിൽ അവൾ സ്കൂളിലെ ഏവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. ആനയുടെ പാപ്പാനായിരുന്നു അവളുടെ അച്ഛൻ. കുടുംബിനിയും അതേസമയം തന്നെ കൂലിപ്പണിക്കാരിയുമായ അമ്മയ്ക്കും കുസൃതി കൊടുക്കയ അനിയത്തി നീയക്കുമൊപ്പം അവൾ ആലുവക്കടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ജീവിച്ചു പോകുന്നു. പഠനത്തിൽ അവളുടെ മികവ് പലപ്പോഴും ക്ലാസ്സിന് പുറത്താണ് അവൾക്ക് സ്ഥാനം നൽകിയത്. തട്ടിയും മുട്ടിയും 10ാം ക്ലാസ് വരെ എത്തിയെങ്കിലും 10ാം ക്ലാസ്സിൽ ക്രൂരന്മാരായ അധ്യാപകർ അവളെ തോൽപ്പിച്ച് കളഞ്ഞു. പിന്നെ അന്നത്തെ ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന മനോരമ മംഗളം വീക്കിലി പ്രസിദ്ധീകരണങ്ങളും വായിച്ച് അവൾ സമയം നീക്കി. മാസത്തിലൊരിക്കൽ അച്ഛൻ വരുമ്പോഴാണ് ആ വീട്ടിലൊരു അനക്കമുണ്ടാവുക. അവസാനത്തെ ബസ് ഇറങ്ങി വരുന്ന അച്ഛൻ വീട്ടിലെത്തുമ്പോഴേക്കും വീട്ടിലേക്കായി കൊണ്ടുവരുന്ന പകുതി സാധനങ്ങളും വഴിയിൽ പോയിട്ടുണ്ടാവും. അതുവഴി നാട്ടുകാരെ മുഴുവൻ തന്റെ വരവ് അദ്ദേഹം അറിയിച്ചിരിക്കും. എന്തൊക്കെയായാലും അമ്മയെയും മക്കളെയും അച്ഛൻ ഒരുപാട് സ്നേഹമായിരുന്നു. മായ അങ്ങനെ വീട്ടിൽ നിൽക്കുന്നതിൽ അവിടെ അച്ഛനമ്മമാരേക്കാൾ നാട്ടിലെ ദല്ലാളുമാർക്കായിരുന്നു കൂടുതൽ വിഷമം. നാട്ടിലെ ആസ്ഥാന ദല്ലാളായിരുന്ന ഒരു ചേച്ചി, നമ്മുടെ ഫിലോമിന ചേച്ചിക്ക് മായ ഇപ്പോൾ കെട്ടിക്കണം. നടക്കുന്ന കാര്യമാണോ? അമ്മ പറഞ്ഞു ഇപ്പോൾ നടക്കില്ല. അവർ വീട്ടിലെ സ്ഥിരം സന്ദർശകയായി. വന്നാലുടൻ വെള്ളം ചേർക്കാതെ പാലിൽ ചായയും കുറിക്കാൻ പലഹാരവും അവർക്ക് നിർബന്ധമാണ്. വീട്ടിൽ പശുവുള്ളതിനാലും അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ടും അവർക്കതൊക്കെ കൊടുക്കുമായിരുന്നു. അവർ വന്നാൽ മായ പതിയായി വീട്ടിലേക്ക് മുങ്ങും. ഇല്ലെങ്കിൽ അവർ പിടിച്ച് കെട്ടിച്ചാലോ? നീ ഒരു ഗ്ലാസ്സുമായി പശുവിനടുത്തേക്ക് പോകും. വെള്ളം ചേർക്കാത്ത പാല് വേണ്ടേ? പ്രായമായ ഒരു അമ്മയല്ലേ? അവരുടെ ഇഷ്ടം വകവെച്ച് കൊടുക്കുന്നതിൽ അച്ഛനും അമ്മയ്ക്കും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് ഫിലോമിന ചേച്ചി മായക്കുള്ള കെണിയുമായി എത്തിയത്. നല്ലൊരു പയ്യനുണ്ട്, വന്ന് കാണട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായാൽ നടത്താമെന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ അമ്മ അതിൽ വീണു. അച്ഛൻ വന്നപ്പോൾ അമ്മ വിഷയം എടുത്തിട്ടു. അവള് ചെറിയ കുട്ടിയല്ലേ, പിന്നെ നടത്താം എന്ന അച്ഛൻ്റെ തീരുമാനം അവൾക്ക് സന്തോഷം നൽകി. എന്നാൽ അമ്മാവനും അമ്മായിയൊക്കെ നിർബന്ധിച്ചപ്പോൾ വന്ന് കാണട്ടെ എന്ന് അച്ഛനും തീരുമാനിച്ചു. അങ്ങനെയാണ് വിനോദും കൂടെ ഒരാളും ഒരു സ്ത്രീയും കൂടി അവളെ പെണ്ണ് കാണാൻ എത്തിയത്. കൂടെയുള്ളത് അച്ഛനും അമ്മയാണെന്നാണ് മായയും വീട്ടുകാരും കരുതിയത്. എന്നാൽ സംസാരിച്ചപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞത്. ചെറുപ്പത്തിൽ നാട് വിട്ടുപോകുന്ന വിനോദ് ഹോട്ടൽ നടത്തിപ്പുകാരനായി കൂടെയുള്ള ചേട്ടന്റെ വീട്ടിൽ വന്നുകൂടുകയും ഹോട്ടലിലെ പണിക്കാരനായി മാറുകയും ചെയ്തു. കിട്ടിയ പണമെല്ലാം കൂട്ടിവെച്ച് 5 സെന്റ് സ്ഥലം അവൻ വാങ്ങിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞാൽ അധികം വൈകാതെ ഒരു ചെറിയ വീട് വെച്ച് അങ്ങോട്ട് മാറണം എന്നാണ് ഉദ്ദേശം. അതുവരെ ചേട്ടന്റെ വീട്ടിൽ നിൽക്കാം. മായയുടെ വീട്ടിൽ നിന്നും വരന്റെ വീട്ടിലേക്ക് പോയവർക്ക് അവിടുത്തെ ചുറ്റുപാടുകൾ ഇഷ്ടമാവുകയും വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി വീട്ടുകാരുടെ നിർമ്മത്തിൽ ഇട്ടുമുട്ടും തിരിയാത്ത ആ പെണ്ണിന് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. കൊട്ടും കുരവയുമായി കുടുംബത്തിലെ ആദ്യ വിവാഹം ആഘോഷപൂർവ്വം എല്ലാവരും കൊണ്ടാടി. എല്ലാവർക്കും മായയുടെ ഭാഗ്യത്തെക്കുറിച്ച് പറയാനേ നേരമുണ്ടായിരുന്നുള്ളൂ. ആരുമില്ലാത്ത വിനോദിനെ ദത്തെടുത്ത് സ്വന്തം മകനായി കണ്ട് വിവാഹം നടത്തിക്കൊടുത്ത ചേട്ടനും ചേച്ചിയും എല്ലാവർക്കും ദൈവതുല്യരായിരുന്നു. കടിഞ്ഞൂൽ പുത്രിയെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ച സന്തോഷത്തിൽ അച്ഛനും അമ്മയും ആഹ്ലാദിച്ചു. ആൺമക്കളില്ലാത്ത അച്ഛനമ്മ വിനോദിനെ സ്വന്തം മകനായി തന്നെ കണ്ടു. വളരെ പേടിയോടെ ആ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ആരുമില്ലാതെ തനിക്ക് വന്നു കിട്ടിയ ഭാഗ്യമായിട്ടാണ് വിനോദ് അവളെ കണ്ടത്. അവന്റെ അതിരറ്റ സ്നേഹത്തിനു മുമ്പിൽ അവളുടെ പേടിയും ഇഷ്ടക്കേടുമെല്ലാം മാറി. സന്തോഷകരമായി അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങി. ചേട്ടന്റെ വീടിന് പിന്നിലുള്ള ചെറിയ വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. വിനോദ് രാവിലെ 4 മണിക്ക് പോയാൽ രാത്രി 11 മണിക്കാണ് തിരിച്ചെത്തുക. എങ്കിലും അവൾക്ക് സന്തോഷമായിരുന്നു. എന്നാൽ സങ്കടത്തിന്റെ ഒരു കടൽ തന്നെ കാത്തിരിക്കുന്നത് ആ പാവം പെൺകുട്ടി അറിഞ്ഞിരുന്നില്ല. തങ്ങൾക്ക് മക്കളില്ലാത്തതിനാൽ വിനോദ് സ്വന്തം മോനെ പോലെയാണെന്ന് പറഞ്ഞിരുന്ന ചേട്ടനും ചേച്ചിയും മായയുടെ വരവോടെ വിധം മാറി. ആദ്യമൊക്കെ സ്നേഹം അഭിനയിച്ചിരുന്നവർ പിന്നീട് ഓരോന്നിനും കുറ്റവും കുറവും കാണാൻ തുടങ്ങി. ജീവിതത്തിൽ സ്നേഹം മാത്രം അനുഭവിച്ചു വളർന്ന ആ പെൺകുട്ടി മാനുഷികമായ മറ്റു വികാരങ്ങളെ കണ്ട് അന്തം വിട്ട് നിന്നുപോയി. ഇതിനിടയിൽ അവർ ചേട്ടന്റെ വീട്ടിലേക്ക് തിരികെ പോന്നിരുന്നു. വീട്ടിലെ എല്ലാ പണിയും ചെയ്താലും കുറ്റം മാത്രം. ആകെയുള്ള ആശ്വാസം വൈകുന്നേരമാകുമ്പോൾ കുറച്ചുനേരം TV കാണാമെന്നുള്ളതാണ്. അന്നൊക്കെ TV എല്ലാ വീട്ടിലുമില്ല. വിവാഹത്തിന് മുമ്പ് കുറച്ചകലെയുള്ള ബന്ധുവിന്റെ വീട്ടിൽ ഞായറാഴ്ച പോയി സിനിമ കാണും. അതാണ് ആകെ ഉണ്ടായിരുന്ന ആശ്വാസം. എന്നാൽ വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ ചേട്ടന്റെ വീട്ടിൽ TV കണ്ട് അവൾ ഏറെ സന്തോഷിച്ചു. എന്നാൽ അതേ TV തന്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് അവൾ സ്വപ്നേവി കരുതിയില്ല. ചേച്ചിയുടെ പീഡനങ്ങൾ എത്ര വലുതാണെങ്കിലും വീട്ടിലെ അവസ്ഥയും വിനോദിന്റെ നിഷ്കളങ്കമായ സ്നേഹവും സംരക്ഷണവും അവൾ അവിടെ പിടിച്ചു നിർത്തി. ഹോട്ടലിൽ നിന്ന് ലീവ് കിട്ടാത്തതിനാൽ ഒരിടത്തും പോവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ചേച്ചിക്ക് എന്താവശ്യം വന്നാലും ചേട്ടൻ ലീവ് എടുത്ത് കൊണ്ടുപോകും. നവദമ്പതികളാണെന്ന പരിഗണന പോലും അവർക്ക് ലഭിച്ചില്ല. സ്വന്തം വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. സത്യത്തിൽ അവർക്ക് വീട്ടിലൊരു വേലക്കാരിയായിരുന്നു ആവശ്യം. അതിനാണ് വിനോദിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. എല്ലാം അറിഞ്ഞിട്ടും ഒന്നിനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു വിനോദും. നാട് വിട്ടു വന്ന തന്നെ വളർത്തി വലുതാക്കിയ ചേട്ടനെയും ചേച്ചിയെ ഉപേക്ഷിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം പണിയെല്ലാം കഴിഞ്ഞ് മായ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൽ ചേട്ടൻ കയറി വന്നവൾ കണ്ടില്ല. പോരെ പൂരം. ചേട്ടൻ ഉറക്കെ ചുണ്ടിയെടുത്ത് വിളിച്ചു, നീ എന്താ കെട്ടില്ലാമയോ?
മൂത്തവരെ കണ്ടാ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ലേ നീ? ചേട്ടാ ഞാൻ കണ്ടില്ല ചേട്ടൻ വന്ന്, അവൾ പേടിയോടെ പറഞ്ഞു. നോണ പറയുന്നോ? തെണ്ടി കിടന്നിടത്തുനിന്ന് ഉണ്ണാനും കൊടുക്കാനും കിട്ടിയപ്പോ അഹങ്കാരായി പെണ്ണിന്. ചേച്ചി എരുതിയിൽ എണ്ണ ഒഴിച്ചു. സത്യമായിട്ട് ഞാൻ കണ്ടില്ല ചേട്ടാ, അവൾ കരഞ്ഞു പറഞ്ഞു. എന്നാൽ ചേച്ചിയുടെ പിരികേറ്റലും വിനോദിനെ തങ്ങളിൽ നിന്ന് അകറ്റിയവളെന്ന ധാരണയും ഉള്ളിൽ സൂക്ഷിക്കുന്ന അയാൾ അവൾ പറഞ്ഞൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഇപ്പൊ ഇറങ്ങിക്കോളൂ എന്റെ വീട്ടിൽ നിന്ന്. കണ്ണി കണ്ട തെണ്ടി പരിശകൾ കയറി നിരങ്ങാനുള്ളതല്ലത്. അയാൾ അലറി. പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ആ കൊച്ചു പെണ്ണിനെ ആ രാത്രിയിൽ അയാൾ വീടിന് പുറത്താക്കി വാതിലടച്ചു. കരഞ്ഞുകൊണ്ട് കാർപോർച്ചിൽ അരബിത്തിൽ അവളിരുന്നു. അത് കണ്ട് അയാൾ ദേഷ്യത്തിൽ പുറത്തെ ലൈറ്റ് എടുത്തി. ആ ഇരുട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ആ കൊച്ചു പെണ്ണിന് ദൈവം കാവലിനായി ആ വീട്ടിലെ വളർത്തുനായി ഏർപ്പെടുത്തി. വിനോദ് വരുന്നവരെ ജിമ്മി എന്ന നായ അവൾക്ക് കാവലിരുന്നു. രാത്രി 11 മണിക്ക് വീട്ടിലെത്തിയ വിനോദ് കാണുന്നത് കരഞ്ഞുകൊണ്ട് കാർപോർച്ചിൽ ഒറ്റയ്ക്കിരിക്കുന്നത് എന്റെ പ്രേയസിയാണ്. കാര്യമറിഞ്ഞ് അവന് താങ്ങാവുന്നില്ലേറെയായിരുന്നു അത്. നിസ്സാരമായ ഒരു കാര്യത്തിന് തന്റെ പെണ്ണിനെ ഇരുട്ടിൽ പുറത്താക്കി വാതിലടച്ച ചേട്ടനോടും ചേച്ചിയോടും അവന് ദേഷ്യമായി. എങ്കിലും നന്ദി എന്ന 2 അക്ഷരത്തിൽ തൂങ്ങി അവൻ ആ ദേഷ്യത്തെ അമർത്തി. ശേഷം തന്റെ പെണ്ണിനെയും കൂട്ടി വാടകയ്ക്കൊരു വീടെടുത്ത് അങ്ങോട്ട് മാറി. ചെറുതെങ്കിലും ആ വാടക വീട്ടിൽ അവർ സന്തോഷമായിരുന്നു. വീട് മാറിയ ദേഷ്യത്തിൽ ചേട്ടൻ വിനോദിനെ കടയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ നല്ലൊരു പാചകക്കാരനായ വിനോദിന് ജോലിക്ക് പ്രയാസമുണ്ടായില്ല. മാത്രമല്ല അയാളുടെ സ്വഭാവമഹിമയും പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടാൻ സഹായകമായി. ജീവിതത്തിൽ ഒരു ഭാര്യയുടെ കടമയും കടപ്പാടും ഭർത്താവിന് എത്രമാത്രം ഉപകാരപ്രദമാണെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു. അതുപോലെ തന്നെ സ്വന്തം പെണ്ണിനെ എങ്ങനെ നോക്കണമെന്ന് അവനും. പ്രണയത്തിന്റെ മാസ്മരിക ലോകത്ത് വെള്ളരി പ്രാവുകളെ പോലെ അവർ പാറി നടന്നു. ഓരോ പ്രഭാതവും കൂടുതൽ മനോഹരമായി അവർക്ക് അനുഭവപ്പെട്ടു. ഓരോ പ്രദോഷവും കൂടുതൽ കൂടുതൽ മധുരതരമായി തോന്നി. മധുവിധുവിന്റെ മധുചഷകം അവർ ആവോളം നുകർന്നു. മായയുടെ അച്ഛനമ്മമാരുടെ ആഗ്രഹം പോലെ തന്നെ വിനോദ് അവരുടെ മകനായി മാറുകയായിരുന്നു. കാലത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു വീട് എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ ഒരാളുടെ വരുമാനം മാത്രം പോരാ എന്ന സത്യം അവർ മനസ്സിലാക്കി. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ താനും കൂടി പോകാമായിരുന്നു എന്നവൾ പറഞ്ഞപ്പോൾ വിനോദ് എതിർത്തു. എന്റെ പെണ്ണിനെ കഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല, അവൻ തീർത്തു പറഞ്ഞു. അതല്ലേ ഏട്ടാ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ സ്വന്തമായിട്ടൊരു വീട്. അതിന് എന്നാലാവും വിധം ഞാനും. വേണ്ട, നിന്നെ ഞാൻ കഷ്ടപ്പെടുത്തുന്ന ആളുകൾ പറയും. ആളുകളെ നമുക്ക് നോക്കണം, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. എന്നാലും മായ, നീ ജോലിക്ക് പോകാന്നൊക്കെ വെച്ചാ സാറില്ല ഏട്ടാ, നമുക്ക് വേണ്ടിയല്ലേ. അങ്ങനെ ഒരു കടയിൽ സെയിൽസ് ഗേളായി അവൾ പോവാൻ തുടങ്ങി. വിനോദ് വെളുപ്പിനെ പോവും. അവൾക്ക് 8 മണിയോടെ പോയാൽ മതി. വൈകുന്നേരം അവൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോരും. അവളുടെ വരുമാനം തുച്ഛമായിരുന്നെങ്കിലും അതിൽ നിന്നൊരു പൈസ പോലും ചെലവാക്കാതെ അവൾ ചിട്ടി ചേർന്നു. അവന്റെ വരുമാനത്തിൽ നിന്ന് ചെലവ് കഴിച്ച് മിച്ചം വരുന്ന അവർ കരുതി വെച്ചു, അവരുടെ സ്വപ്നക്കൂടിനു വേണ്ടി. അങ്ങനെ ആ സുദിനം വന്നെത്തി. ഇന്ന് അവരുടെ വീടിന് സ്ഥാനം കാണാൻ തീരുമാനിച്ചു. വിനോദ് പോയി ചേട്ടനെയും ചേച്ചിയും കണ്ട് പറഞ്ഞെങ്കിലും അവരവനെ അപമാനിച്ചു വിട്ടു. തൊലി വെളുത്ത പെണ്ണിനെ കണ്ടപ്പോൾ അവരെ മറന്നെന്നും അതിനുള്ളത് അവൾ അനുഭവിക്കുമെന്നും ചേച്ചി പ്രാഗി. അവനെ അവൾ മയക്കി അവരിൽ നിന്ന് തെറ്റിച്ചതാണെന്ന് അവർ നാടുനീളെ പറഞ്ഞു നടന്നു. സ്ഥാനം കാണൽ കഴിഞ്ഞ് വീട്ടിലെത്തിയ മായ ചായ എടുക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. അച്ഛനും അമ്മയും വിനോദും കൂടി ഉമ്മർത്തിരുന്ന വിശേഷങ്ങൾ പറയുകയായിരുന്നു. ഈ പെണ്ണ് ചായ എടുക്കാൻ പോയിട്ട് കുറെ നേരമായല്ലോ. എടി മായേ! അമ്മ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ താഴെ വീണെടുക്കുന്ന മായയാണ് അവർ കണ്ടത്. അവർ ഉറക്കെ കരഞ്ഞു വിളിച്ചു. ഓടി വന്ന വിനോദും അച്ഛനും എന്താണെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. പിന്നെ ഒരു ഓട്ടോ വിളിച്ച് വേഗം ആശുപത്രിയിൽ എത്തിച്ചു. ചെക്കപ്പ് കഴിഞ്ഞ് ഡോക്ടർ അവർ അകത്തേക്ക് വിളിച്ചു. നിങ്ങൾ മായയുടെ? ഞാൻ ഭർത്താവാ, ഇത് അമ്മ. ഓ കൺഗ്രാറ്റ്സ്, നിങ്ങളൊരു അച്ഛനാവാൻ പോകുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കൈകൂപ്പിക്കൊണ്ട് അവൻ ഡോക്ടറോട് നന്ദി പറഞ്ഞു. കൂടുതൽ സൂക്ഷിക്കണം, ചെറിയ കുട്ടിയല്ലേ, റെസ്റ്റ് വേണം കേട്ടോ, ഡോക്ടർ പറഞ്ഞു. ആ ഞാൻ നോക്കിക്കോളാം ഡോക്ടർ. എന്നാ വീട്ടിലേക്ക് പോയിക്കോളൂ. അങ്ങനെ ആ സന്തോഷ ദിനത്തിൽ അവരുടെ ജീവിതത്തിൽ ഇരട്ടി മധുരവും കൂടിയായി. വളരെയധികം സന്തോഷത്തോടെയാണ് അവർ വീട്ടിലെത്തിയത്. മായയ്ക്ക് വിശ്രമം പറഞ്ഞതിനാൽ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞെങ്കിലും വിനോദ് സമ്മതിച്ചില്ല. അവന് തന്റെ പ്രാണന് ഉദരത്തിൽ പേറുന്ന പ്രേയസിയെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യായിരുന്നു. അവസാനം അവന്റെ ഇഷ്ടത്തിന് വഴങ്ങാൻ അച്ഛനമ്മമാർ തയ്യാറായി. പിന്നെ അങ്ങോട്ട് കാത്തിരിപ്പായിരുന്നു മായയും വിനോദും ആദ്യത്തെ കൺമണിക്ക് വേണ്ടി. വീട്ടിലെ ഒരു പണി പോലും മായക്കൊണ്ട് വിനോദ് ചെയ്യിക്കുമായിരുന്നില്ല. അതിരാവിലെ എഴുന്നേറ്റ് പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പോവുകയും വിനോദ് പോയിക്കൊണ്ടിരിക്കുന്ന കടയിൽ ഉച്ചയൂണ് കഴിഞ്ഞാൽ കടയടക്കും. പിന്നെ 4 മണിയാകുമ്പോൾ പോയാൽ മതി. കടടച്ച് വന്നിട്ടായിരിക്കും മായ വിനോദിനോടൊപ്പം ഊണ് കഴിക്കുന്നു. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പണിയെടുപ്പിക്കാതെ ഡോക്ടർ പറഞ്ഞ പോലെ മായ അവൻ നോക്കിയിരുന്നു. പിറ്റേന്ന് മുതൽ അവൾക്ക് കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് അവൻ പണിക്ക് പോയത്. അവളെ ഒന്നും ചെയ്യാൻ അവൻ സമ്മതിച്ചില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം നമ്മുടെ ബ്രോക്കർ ഫിലോമിന ചേച്ചി മായയെ കാണാൻ വന്നു. അവൾക്ക് റെസ്റ്റ് ആണെന്നറിയ തന്നെയാണ് അവർ വന്നത്. കുറേ നേരം വർത്താനം പറഞ്ഞിരുന്ന കൂട്ടത്തിൽ അവർ ഒരു വിശേഷം കൂടി പറഞ്ഞു. ചേച്ചി ഗർഭിണിയാണത്രേ. അത് കേട്ടത് അവൾക്ക് സന്തോഷമായി. അവൾ പറഞ്ഞു, ദൈവത്തിന് നന്ദി, എത്ര കാലമായി അവര്.
നിനക്ക് എന്താ പെണ്ണെ, അവരുടെ മനസ്സിന്റെ ഇങ്ങനെയൊക്കെ ആവുന്നു. ആരും നന്നാന്ന് രണ്ടിനും കണ്ടുകൂടാ. ഏയ്, അവരുടെ മനസ്സിന്റെ അല്ലേ ഏട്ടനെ. എന്റെ മോളെ, അവനെ എന്തോരം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയോ? പാവം, ഇപ്പൊ പറഞ്ഞോണ്ട് നടക്കുന്നത് നീ അവനെ മയക്കെടുത്തുന്ന ദുഷ്ട കൂട്ടങ്ങള്. ചേച്ചിക്ക് അറിയാലോ സത്യങ്ങള്, അവരെന്തെങ്കിലും പറയട്ടെ. എന്റെ മോളെ എനിക്കറിഞ്ഞൂടെ, അവര് പറഞ്ഞോട്ടെ. കുറെ നേരം കൂടി സംസാരിച്ചിരുന്നിട്ട് അവർ പോയി. വൈകുന്നേരം വിനോദ് വന്നപ്പോൾ അവൾ വിവരം പറഞ്ഞു. അവൻ തിരികെയൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് അവൾ നിർബന്ധിച്ച് അവനെ ചേട്ടന്റെ വീട്ടിൽ പറഞ്ഞു വിട്ടു. എന്നാൽ അവർ വളരെ മോശമായി സംസാരിക്കുകയും അവനെയും അവളെയും ശപിക്കുകയും ചെയ്തു. അതോടെ അവർ ആ വീടുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. 3-ാം മാസം ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ അവിടെ റെസ്റ്റ് കഴിഞ്ഞൊന്നും ഇനി അത്യാവശ്യം പണികൾ ചെയ്തോളാനും പറഞ്ഞു. എങ്കിലും ജോലിക്ക് പോകാൻ അവൻ സമ്മതിച്ചില്ല. അധികം വൈകാതെ അവരുടെ വീട് പണി തുടങ്ങി. ചിട്ടി വിളിച്ച് ലോൺ എടുത്തുണ്ടായിരുന്ന സ്വർണം പണയപ്പെടുത്തിയും അവരവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പരിശ്രമിച്ചു. കുഞ്ഞിനെയുമായി പുതിയ വീട്ടിലേക്കായിരിക്കണം വരേണ്ടെന്ന് ആഗ്രഹിച്ചു. അതിനായി അവൻ ആവുന്നത്ര പരിശ്രമിച്ചുകൊണ്ടിരുന്നു. വീടെന്ന സ്വപ്നത്തോടൊപ്പം വരാൻ പോകുന്ന അതിഥിയും അവരെ സന്തോഷത്തോടെ കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചു. അവിടെ ഉയർന്നു വരുന്ന ഉദരത്തിൽ ചെവി ചേർത്ത് അവൻ കിടക്കും, കുഞ്ഞിന്റെ അനക്ക അനുഭവിക്കാൻ. അപ്പോൾ സന്തോഷത്താൽ അവളുടെ കണ്ണുകൾ നിറയും. ജീവിതത്തിലെ ഓരോ നിമിഷം അവർ ആസ്വദിക്കുകയായിരുന്നു. കുഞ്ഞുടുപ്പും കുഞ്ഞിനെ വരവേൽക്കാനുള്ള മറ്റു സാധനങ്ങൾ അവർ ഒരുക്കി വെച്ചു. 7 മാസമായപ്പോൾ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട് പണി നടക്കുന്നതുകൊണ്ടും ജോലിക്ക് പോകാനുള്ള സൗകര്യം നോക്കി അവൻ വാടക വീട്ടിൽ തന്നെ തങ്ങി. എങ്കിലും നേരം കിട്ടുമ്പോൾ അവിടെ അടുത്ത് ഓടിയെത്താനും കാര്യങ്ങൾ വീണ്ടും വീതം അന്വേഷിക്കാൻ അവൻ ശ്രദ്ധിച്ചു. ദിവസങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനിടെ കച്ചവടത്തിൽ നഷ്ടം വന്നിട്ടോ കടം തീർക്കുന്നതിനോ വേണ്ടി ചേട്ടൻ ഹോട്ടൽ വിറ്റതായി അറിയാൻ കഴിഞ്ഞു. ഏടത്തി ഗർഭിണിയായപ്പോൾ മുതൽ അവരുടെ വീട്ടിലായിരുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല. അന്വേഷിക്കാൻ അവർ ശ്രമിച്ചുമില്ല. എന്നാൽ വിനോദ് പറ്റിച്ചെന്നും അവരുടെ കാശിന് വിനോദിന്റെ പേരിൽ വാങ്ങിയ സ്ഥലത്താണ് വിനോദ് വീട് വെക്കുന്നതൊക്കെ അവർ നാടാകെ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അതിനു മറുപടിയായി ഞാൻ എൻ്റെ കാശിന് വാങ്ങിയ സ്ഥലമാണെന്ന് അവൻ മറുപടിയും പറഞ്ഞു. നല്ല മഴയുള്ള ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ മുതൽ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. നടുവിന് അസഹ്യമായ വേദന. കുട്ടി വാരിനുള്ളിൽ കിടന്ന് ചാടി കളിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. കുറേ നേരം സഹിച്ച അവൾ അവസാനം അമ്മയോട് വിവരം പറഞ്ഞു. അച്ഛനും സ്ഥലത്തില്ല. എന്ത് ചെയ്യുമെന്ന പരിഭ്രാന്തിയിൽ നിന്ന് അമ്മ വേദന അടുത്തുള്ളൊരു പയ്യനെ പറഞ്ഞു വിട്ട് ടാക്സി വിളിപ്പിച്ചു. നീ അടുത്ത വീട്ടിലാക്കി അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. ചെന്നപ്പോൾ തന്നെ അവളെ ലേബർ റൂമിലേക്ക് കയറ്റി. അപ്പോഴേക്കും എത്തി. വീട്ടിലെത്തി അവനോട് നീയ പറഞ്ഞാണ് അവന് വിവരമറിഞ്ഞത്. ഉടനെ ഓടിപ്പോരുകയായിരുന്നു. തൻ്റെ മായയും കുഞ്ഞിനെയും സുരക്ഷിതമായി തനിക്ക് തരണേ എന്ന പ്രാർത്ഥനയോടെ അവൻ അവിടെ കാത്തു നിന്നു. അനാഥനായ താനിപ്പോൾ കുടുംബനാഥനാവാൻ പോകുന്നു. കണ്ണു നിറഞ്ഞു. മായയുടെ കൂടെ വന്നവരാരാ? അത് കേട്ട് മായയുടെ അച്ഛനും അമ്മയും വിനോദും സിസ്റ്ററുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മായ പ്രസവിച്ചു കേട്ടോ, ആൺകുട്ടിയാ. അതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ മായയുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. കുഞ്ഞിനെ കണ്ടപ്പോൾ അവർക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷമാവുകയും ചെയ്തു. പെട്ടെന്ന് വിനോദ് സിസ്റ്ററോട് മായയെക്കുറിച്ച് ചോദിക്കുകയും ലേബർ റൂമിലേക്ക് നോക്കുന്ന കണ്ടപ്പോൾ സിസ്റ്റർ വിനോദിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മായ മയക്കത്തില്ല, 1/2 മണിക്കൂർ കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും, അപ്പൊ കുഞ്ഞിനെയും കാണാം. കുഞ്ഞിനെ വാങ്ങി സിസ്റ്റർ അകത്തേക്ക് പോയി. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മായയും കുട്ടിയെ റൂമിലേക്ക് മാറ്റിയെന്നും റൂം നമ്പർ 315 ആണെന്നും സിസ്റ്റർ വിനോദിനോട് പറഞ്ഞു. റൂമിലെത്തിയപ്പോൾ പക്വമതിയായ ഒരു അമ്മയെപ്പോലെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പാൽ കൊടുക്കുന്ന മായയെ കണ്ടപ്പോൾ വിനോദിന്റെ മനസ്സ് നിറഞ്ഞു. ഇത്രയും നാളും കുട്ടിക്കളി മാറാത്തൊരു കൊച്ചു കുട്ടിയെപ്പോലെ താൻ കണ്ടിരുന്ന തൻ്റെ ഭാര്യ ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ അമ്മയായപ്പോൾ മുതിർന്ന ഒരു സ്ത്രീയെപ്പോലെ പെരുമാറുകയും കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം തന്മയത്വത്തോടെ നോക്കുന്ന കാണുമ്പോഴും മായയുടെ അച്ഛനും അമ്മയ്ക്കും വിനോദിന് ഒത്തിരി സന്തോഷം തോന്നി. അച്ഛനും അമ്മയും കൂടി വിനോദിനോട് പറഞ്ഞു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ മായയും കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും വാടക വീട് ഒഴിഞ്ഞ് നീയും ഞങ്ങളുടെ ഒപ്പം വരണമെന്നും. അങ്ങനെ വാടക വീട് ഒഴിയുകയും വിനോദ് അവരുടെ കൂടെ പോയി അവിടുന്ന് കടയിലേക്ക് വരികയും ചെയ്തു. വീടിന്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കുകയും ചെയ്യണം. മായയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവരുന്ന പുതിയ വീട്ടിലേക്കായിരിക്കണമെന്ന് വിചാരിച്ചു. മോന്റെ നൂലുകെട്ടിന്റെ കാര്യം പറയാൻ ചേട്ടന്റെ വീട്ടിലെത്തിയപ്പോഴാണ് വിനോദ് അറിയുന്നത് അവർ വീട് വിറ്റ് പോയെന്ന്. ഇപ്പോൾ പഴനി മുരുകന്റെ അമ്പലത്തിനടുത്തായി ഹോട്ടൽ നടത്തുകയാണെന്ന്. കടം കയറിയുണ്ടായ ബിസിനസ് പൊളിഞ്ഞപ്പോഴും വൈകി കിട്ടിയ കുഞ്ഞു പോയപ്പോഴും തകർന്നു പോയ ചേട്ടനും ചേച്ചിയും വീടും സ്ഥലവും വിറ്റ് പഴനിക്ക് പോയി. കുഞ്ഞു പോയ സങ്കടത്തിൽ അവർ കുഞ്ഞിനെ ദത്തെടുക്കുകയും നാട്ടിൽ നിന്നാൽ ആ കുഞ്ഞു വളർന്നു വരുമ്പോൾ അവരവന്റെ സ്വന്തം അച്ഛനും അമ്മയില്ലെന്ന് അവൻ അറിയുമെന്ന് പേടിച്ചിട്ടാണ് അവർ നാട് വിട്ടെന്ന് അറിഞ്ഞപ്പോൾ എവിടെയായിരുന്നാലും അവർ നന്നായി ജീവിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. നൂലുകെട്ട് ആർഭാടപൂർവ്വം നടത്തുകയും മായയുടെ അച്ഛൻ കുഞ്ഞിനെ മടിയിലിരുത്തി ഇടത്തെ ചെവികൾ വെറ്റില വെച്ച് അടച്ചു പിടിച്ചുകൊണ്ട് വലത്തെ ചെവിയിൽ ആദ്യം ശ്രീ പരമേശ്വരൻ എന്നും അത് കഴിഞ്ഞിട്ട് നിയമോൾ കണ്ടുപിടിച്ച അനിരുദ്ധ് എന്ന പേര് വിളിക്കുകയും ചെയ്തു. വിനോദ് പറഞ്ഞു വീട്ടിൽ അപ്പു എന്ന് വിളിക്കാമെന്ന്. വിനോദിന്റെയും മായയുടെയും ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ദിവസം വിനോദിനെ കാണാൻ നാട്ടിൽ നിന്ന് ഒരാൾ കടയിൽ വരികയും നാട്ടിലെ കാര്യങ്ങൾ പറയുകയും ചെയ്തു. വിനോദിന്റെ അമ്മയുടെ അനിയത്തിയെ വിളിച്ച് വിനോദിനെ കണ്ടതും അവന്റെ കല്യാണം കഴിഞ്ഞതും ഇപ്പോൾ ഒരു കുട്ടിയുള്ളതും പറഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും വിനോദിനെയും കുടുംബത്തെയും കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ മേൽവിലാസം പറയുകയും അവരെല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു.
രാത്രി വിനോദ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇന്നുണ്ടായ സന്തോഷ വാർത്ത മായയോട് പറഞ്ഞു. ഇത് കേട്ട മായ തനിക്ക് എത്രയും പെട്ടെന്ന് അവരെ കാണണമെന്നും അവരെക്കുറിച്ച് അറിയണമെന്നും പറഞ്ഞു. അങ്ങനെ മായയോട് വിനോദ് തന്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞു. തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലയിലെ കൃഷ്ണപുരം എന്നൊരു ഗ്രാമത്തിലാണ് വിനോദ് ജനിച്ചത്. അച്ഛൻ മൈസൂരിലെ ഒരു തേയിലത്തോട്ടത്തിലെ മാനേജറായിരുന്നു. അമ്മ വീട്ടമ്മയും. ലയത്തിന് പുറത്ത് അടുത്ത വീട്ടിലെ കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കെ എന്തോ കണ്ട ഭയത്താൽ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി കൂടിയായി. ആ കുട്ടിയും പ്രസവിച്ചു കഴിഞ്ഞിട്ട് 6 ദിവസം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ടായതാണ് ഒരു ചേട്ടൻ. ഹരി എന്ന പേരെന്നും 4ാമത്തെ ആളായിരുന്നു വിനോദ് എന്നും 5ാമത്തൻ കാർത്തിക് എന്നും. പെട്ടെന്നൊരു ദിവസം അമ്മയുടെ വീട്ടിൽ നിന്നൊരു ടെലഗ്രാം കിട്ടി. അമ്മയുടെ അമ്മയ്ക്ക് തീരെ വയ്യെന്നും എത്രയും പെട്ടെന്ന് ഇവരെ കാണണമെന്നും പറഞ്ഞുകൊണ്ട്. ഇതറിഞ്ഞ അമ്മ അച്ഛനെ വിളിക്കാൻ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോയതാണ്. പോകുന്നത് തേയിലക്കാട്ടിന്റെ നടുവിൽ കൂടിയാണ്. അന്നൊക്കെ വസൂരി എന്ന രോഗം പടർന്നു പിടിച്ച് ഒത്തിരി പേര് മരിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. ആ രോഗത്തിനന്ന് മരുന്ന് പോലും കണ്ടുപിടിച്ചില്ല. ആരും നോക്കാൻ ആളില്ലാതെ പാതി മരിച്ചവരെ കുഴിച്ചു കൂടുന്ന സ്ഥിതിയായിരുന്നു. അങ്ങനെ കാട്ടിൽ കൂടി പോയ സമയത്ത് അമ്മയെ പാമ്പ് കുത്തുകയും അമ്മ പിന്നീട് മരിക്കുകയും ചെയ്തു. അമ്മ മരിച്ചതിന് ശേഷം 6 മാസം പ്രായമുണ്ടായിരുന്ന അനിയന് മരിക്കുകയും അച്ഛൻ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഹരിയെയും വിനോദിനെയും കൂട്ടി നാട്ടിലേക്ക് വരികയും നാട്ടിലുണ്ടായിരുന്ന കൃഷി നോക്കി നടത്തി ജീവിച്ചു പോരുകയും ചെയ്തു. ഹരിയെയും വിനോദിനെയും പഠിക്കാൻ ദൂരെയുള്ള സ്കൂൾ ഹോസ്റ്റലിലാക്കി. 10ാം ക്ലാസ്സിലെ പഠിത്തം കഴിഞ്ഞപ്പോൾ വിനോദ് അവിടുന്ന് കേരളത്തിലേക്ക് വരികയും അവിടെ ഒരു ഹോട്ടൽ പണിക്ക് നിൽക്കുകയും ചെയ്തു. അവിടെ ചായ കുടിക്കാൻ വന്ന ചേട്ടനും ചേച്ചി അവിടെ വെച്ച് വിനോദിനെ കാണുകയും അവന്റെ പണിയിൽ ആത്മാർത്ഥതയും സ്വഭാവമഹിമയും കണ്ടപ്പോൾ അവരുടെ കൂടെ കൂട്ടി. അച്ഛന്റെ മരണശേഷം അമ്മയുടെ ആഭരണങ്ങളും അമ്മയ്ക്ക് കൊടുത്ത ചെമ്പുപാത്രങ്ങളെല്ലാം കൊടുത്ത് അമ്മയുടെ 4 അനിയത്തിമാരെയും കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള ആഭരണങ്ങൾ അമ്മയുടെ 2 അനിയന്മാരെടുത്ത് ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്യുകയും അതൊക്കെ പൊളിഞ്ഞു പോവുകയും ചെയ്തു. അച്ഛനുണ്ടായിരുന്ന സ്വത്തുക്കൾ പവർ ഓഫ് അറ്റോണി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പേരിലാക്കുകയും ഹരിക്കും വിനോദിനും 18 വയസ്സാകുമ്പോൾ തിരിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം ഓരോരുത്തരും കൈപ്പിടിയിൽ ഒതുക്കി. കുട്ടികളായവരെ നോക്കാൻ ആർക്കും പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നാട് വിട്ടു പോരുകയും ചെയ്തു. അവരുടെ വീട്ടിലെ സ്ത്രീകൾക്ക് നല്ല രീതിയിൽ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു വിട്ടാൽ പിന്നെയുള്ള സ്വത്തുക്കളിലൊന്നും അവർക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല. പിന്നെയുള്ള സ്വത്തുക്കളെല്ലാം ആൺമക്കൾക്കാണ്. അവർക്കുള്ള സ്വത്തുക്കളിൽ നിന്ന് പെങ്ങന്മാർക്ക് കൊടുക്കണമെങ്കിൽ അവരുടെ ഇഷ്ടം പോലെ വേണമെങ്കിൽ കൊടുക്കാം. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അതുമില്ല. വിനോദിനെ കാണാൻ അവിടുന്ന് ഒത്തിരി പേർ വരികയും അവരങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. വന്നവർക്കെല്ലാം മായ ഒത്തിരി ഇഷ്ടമായി. അവരുടെ വീട്ടിലെ മൂത്ത മരുമകളാണെന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തിയ അമ്മയുടെ അനിയത്തിമാർ മായയെ തങ്ങളോട് ചേർത്ത് നിർത്തി. മായ അവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമാകുകയും അവരിനി അവിടെ തന്നെ നിന്നാൽ മതി, കേരളത്തിലേക്ക് തിരികെ പോകേണ്ടെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കുടുംബം ഒന്നിച്ചു നിൽക്കണമെന്നും മായയും വിനോദിന്റെ ഭാര്യ എന്ന നിലയിൽ കുടുംബത്തിന്റെ അംഗമാണെന്നും തറവാട്ടുകാരനവർ പറഞ്ഞു. അടുത്ത തലമുറയിലെ മൂത്ത മരുമകൾ എന്ന നിലയിൽ ആചാരപ്രകാരം അടുത്ത തറവാട്ടമ്മയാണ് മായയെന്നും ആ ചടങ്ങിലേക്കായി പ്രത്യേക പൂജകൾ നടത്തി മായയെ കുടുംബാംഗമായി ചേർക്കാനും തീരുമാനമായി. രംഗനാഥപുരത്തെ പച്ചമലയാണ് വിനോദിന്റെ അച്ഛന്റെ നാട്. അതിന്റെ താഴ്വാരത്ത് ഹരിക്കും വിനോദിനും കൂടി 2 ഏക്കർ സ്ഥലമുണ്ടെന്നും അവിടെ വീട് വെച്ച് താമസിക്കാൻ അവർ ആവശ്യപ്പെട്ടു. കുട്ടികളെ അവിടെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാമെന്നും നഷ്ടപ്പെട്ട കുടുംബ ബന്ധങ്ങൾ ഇനി നന്നായി കൊണ്ടുപോകണമെന്നും അവർ പറഞ്ഞു. മായക്ക് അത് വളരെ സ്വീകാര്യമായി തോന്നി. കാരണം കുടുംബ ബന്ധങ്ങളുടെ ആ ഇഴചേരലും അവരുടെ ഒത്തൊരുമയും സഹകരണവുമെല്ലാം അവൾക്ക് ജീവിതത്തിലെ ആദ്യ അനുഭവമായിരുന്നു. അതവൾ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ ചെറുപ്പത്തിൽ താൻ അനുഭവിച്ച വേദനകളുടെ ഓർമ്മകൾ വിനോദിനെ അവിടെ നിൽക്കാൻ അനുവദിച്ചില്ല. അവന് കേരളത്തിൽ വന്ന് ഉള്ളതിലൊതുങ്ങി ജീവിക്കാനായിരുന്നു ആഗ്രഹം. തമിഴ് ബ്രാഹ്മണരായവരുടെ വിശ്വാസങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. അഗ്രഹാരങ്ങളിൽ സമൂഹമായി താമസിക്കുന്നവർ വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ്. രാവിലെ സൂര്യനെ നമസ്കരിച്ചിട്ട് വേണം എഴുന്നേൽക്കാൻ. അതിനുശേഷം കുളിച്ച് വീണുമ്പിൽ കോലം വരച്ചതിന് ശേഷമേ അടുക്കളയിൽ പോലും കയറാവൂ. അടുപ്പിന് മുകളിൽ അരിമാവ് കൊണ്ട് കോലമണിഞ്ഞ് അടുപ്പിൽ അഗ്നി പകരുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. കോലം വരയ്ക്കാനുള്ള പൊടി മുതൽ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നവരാണ് അധികവും. വെള്ളാരങ്ങളിൽ പൊടിച്ച് അരിച്ചെടുക്കുന്നതാണ് കോലം വരയ്ക്കാൻ എടുക്കുന്ന പൊടി. അവിടുത്തെ വീടിന് വരെ പ്രത്യേകതയുണ്ട്. ഒരു വീടിന്റെ ചുമരിൽ നിന്നാണ് അടുത്ത വീടിന്റെ ഉത്ഭവം. ഒരു വീടിന്റെ അകത്തുകൂടി കയറിയാൽ അപ്പുറത്തെ വീട്ടിലേക്ക് പോകാനും പറ്റും. അവിടുത്തെ ശുചിമുറിക്ക് വരെ പ്രത്യേകതയുണ്ട്. ഇന്നത്തെ കുളിപ്പുര പോലെയല്ല. ചില വീടുകൾക്ക് ഒരു റൂമും അടുക്കളും വരാന്തയും മാത്രമേ ഉള്ളൂ. റൂമിന്റെ ഒരു ഭാഗം 1-2 കല്ല് വെച്ച് മറച്ചാണ് കുളിപ്പുര ഉണ്ടാക്കുന്നത്. ഓരോ ആഗ്രഹത്തിനും കുടുംബക്ഷേത്രവും ആചാരമനുസരിച്ച് സ്വപ്നദർശനത്തിലൂടെ മാത്രമേ അവിടുത്തെ പൂജാരിയാവാനുള്ള ഭാഗ്യവും ലഭിക്കുകയുള്ളൂ. അങ്ങനെ ലഭിക്കുന്ന ആൾ ക്ഷേത്ര പൂജാരിയാവുകയും കുടുംബത്തിൽ എന്ത് വിശേഷം വന്നാലും അവർക്ക് എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാൻ അവകാശമുള്ളവരായിരിക്കും. ആ ഭാഗ്യം ലഭിച്ച ഹരിക്കായിരുന്നു. ഹരിക്ക് ആ ഭാഗ്യം വേണ്ടെന്നും അവിടുത്തെ വിശ്വാസങ്ങളിൽ താല്പര്യമില്ലെന്നും പറഞ്ഞു. ഒരിക്കലും അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു. അഗ്രഹാരത്തിൽ അച്ഛൻ്റെ വീട് കൊടുക്കുകയും അതിൽ നിന്ന് കിട്ടിയ പൈസ വിനോദിന് വേണ്ടെന്ന് പറഞ്ഞു. ആ പണം കൊണ്ട് അവർ ഹരിക്ക് വേണ്ടി ഒരു ബേക്കറി തുടങ്ങുകയും അത് നല്ല രീതിയിൽ അവൻ നടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. പച്ചമലയുടെ താഴ്വാരത്തുള്ള സ്ഥലം വിനോദിന് കൊടുക്കാമെന്നും എല്ലാവരും കൂടി വീട് വെച്ച് കൊടുക്കാമെന്നും ബാക്കി സ്ഥലത്ത് കൃഷി തുടങ്ങാമെന്നൊക്കെ പറയുകയും ചെയ്തു. മായയും വിനോദം തിരിച്ച് നാട്ടിലേക്ക് പോവുകയും പഴയ പോലെ ജോലിക്ക് പോവുകയും ചെയ്തു.
പഴയ പോലെ അവരുടെ ജീവിതം സാധാരണയിൽ മുമ്പോട്ട് പോവുകയും ഇടയ്ക്ക് ബന്ധുക്കൾ വന്നും പോയിരിക്കുകയും ചെയ്തിരുന്നു. വിനോദ് പോയിക്കൊണ്ടിരിക്കുന്ന കടയിലെ ചേട്ടൻ പറഞ്ഞു, മോനൊരു ജോലി കിട്ടി, അവനൊരാഴ്ച കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകുന്നു. എനിക്കിത് ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്നും ഹോട്ടലിൽ നിർത്താൻ പോവുകയാണെന്നും. നിനക്ക് നടത്താൻ പറ്റുമെങ്കിൽ നടത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കടയിലെ കുറേയധികം സാധനങ്ങൾ കൊടുക്കുകയും 1 മാസത്തേക്ക് കടയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി നൽകുകയും ചെയ്തു. അങ്ങനെ വളരെ നല്ല രീതിയിൽ അവർക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഒരു ദിവസം കടയിൽ ചായ കുടിക്കാമെന്നവർ പറഞ്ഞു, നിന്റെ ചേട്ടനും ചേച്ചി നാട്ടിൽ എത്തിയിട്ടുണ്ടെന്നും നീ അവർ വാങ്ങിച്ചു തന്ന സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുകയാണെന്നും എല്ലാവരോടും പറഞ്ഞടക്കുകയാണെന്നും. ഇത് കേട്ട വിനോദ് പറഞ്ഞു, അവർ മേടിച്ചെന്നാണെങ്കിൽ അന്തസ്സോടെ ഞാനും എൻ്റെ കുടുംബവും ഒരു വാടക വീട്ടിലേക്ക് മാറി ഈ വീട് ഞാൻ അവർക്ക് കൊടുത്തേനെ. ഇത് രാവും പകലില്ലാതെ അവിടെ കടയിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അവർക്ക് താമസിക്കണമെങ്കിൽ എൻ്റെ വീട്ടിലൊരു മുറി കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുച്ഛിച്ച് പോയതാണെന്ന്. വിനോദിൻ്റെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. അവിടേക്ക് ചേച്ചിയുടെ കൂടെ പോയ മായി അവിടെ വെച്ച് ചേച്ചി കളിയാക്കി. ഉള്ള സ്വർണ്ണം പോരായിട്ട് വിനോദിന്റെ മാലയിട്ടതിനും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ചതിനും കരഞ്ഞുണ്ടായിരുന്ന മായയുടെ മറുപടി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ചേട്ടൻ്റെ വിളി വന്ന് വിനോദിനെയും മായയും കാണുമെന്ന് പറഞ്ഞനുസരിച്ച് അവർ പഴനിക്ക് പോയി അവരെ കണ്ടു. അവിടെ ചെന്നപ്പോഴാണ് അവരുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് മനസ്സിലായത്. അവർ കുറച്ച് പണം കൊടുത്തിട്ട് ഇനിയും വരാമെന്ന് പറഞ്ഞ് പോകുന്നു. അവരെ വീട്ടിലേക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും വരുമോ എന്ന സംശയത്താൽ വിളിച്ചില്ല. ഒരു ദിവസം വീണ്ടും ചേട്ടൻ വിളിച്ച് താൻ ആശുപത്രിയിലാണെന്നും ഒട്ടും വയ്യെന്നും പറഞ്ഞു. അവർ വീണ്ടും പഴനിയിൽ പോയി ചേട്ടനെയും ചേച്ചിയും മകനെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. ഏതാണ്ട് 3 മാസത്തോളം ചേട്ടൻ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. മായ അവരെ പൊന്നുപോലെ നോക്കി. കൃത്യമായി മരുന്നും ഭക്ഷണവും കിട്ടിയപ്പോൾ ചേട്ടൻ ആരോഗ്യവാനായി. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് അവർ ഡിസ്ചാർജായി. അവർ ഉടനെ തന്നെ പഴനിയിലേക്ക് തിരിച്ചുപോയി. ചേട്ടനും ചേച്ചിയും പഴനിയിൽ നിന്ന് തിരിച്ചു വന്നു. വിനോദിന്റെ വീടിൻ്റെ അടുത്ത് തന്നെ താമസമാക്കുകയും അവിടെ അടുത്തുള്ള ഒരു കമ്പനിയിൽ ജോലിക്ക് പോവുകയും ചെയ്തു. അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന കണ്ട് വിനോദിന് ഒരുപാട് സന്തോഷമാവുകയും ചെയ്തു. ചേട്ടനും ചേച്ചി ഒരുപാട് മാറിപ്പോയി എന്ന് വിനോദ് മായയോട് പറഞ്ഞു. ചേട്ടനും ചേച്ചിയും കൂടി ഒരു ദിവസം വിനോദിന്റെ വീട്ടിലേക്ക് ചെല്ലുകയും മായയും വിനോദിനെയും ചേർത്ത് പിടിക്കുകയും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ വിനോദ് മകനായും മായ മരുമകളായും വരണമെന്നൊക്കെ പറയുകയും അവരെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി ആശീർവദിക്കുകയും ചെയ്തു. ചേട്ടൻ മായയോട് പറഞ്ഞു, മോളെ, ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ചേട്ടാ അതെല്ലാം മറന്നേക്കും. നമ്മളൊരു കുടുംബമല്ലേ, ഞാനാ എല്ലാത്തിനും കാരണം, ചേച്ചി പറഞ്ഞു. സാറില്ല ചേച്ചി, എല്ലാം കഴിഞ്ഞില്ലേ? വിനോദ് പറഞ്ഞു. നമുക്കിനി ഒരു കുടുംബമായിട്ട് ഇവിടെ സന്തോഷത്തോടെ കഴിയാം, ഉള്ളതിൽ ഒതുങ്ങി കഴിയാം, മായ പറഞ്ഞു. അവരെല്ലാവരും കൂടി സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി.